ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി നമുക്ക് വീട്ടിൽ ബാക്കി വരുന്ന ചോറും കുറച്ച് ഗോതമ്പ് പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പൂരി റെസിപ്പിയാണ്. നന്നായി പൊങ്ങി വരുന്ന ഒരു പൂരിയാണ് കേട്ടോ, ഒട്ടും എണ്ണ ഒന്നും കുടിക്കാണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടൊന്ന് ഉണ്ടാക്കി നോക്കുക. വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള പൂരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഇവിടെ 1 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. ഏത് അരിയുടെ ചോറായാലും പ്രശ്നമില്ല. ഞാനിവിടെ റേഷൻ അരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത്. ഇനി തലേ ദിവസത്തെ ചോറായാലും പ്രശ്നമില്ല, ഇനി അന്നേ ദിവസം വെച്ചിട്ടുള്ള ചോറായാലും പ്രശ്നമില്ല. 1 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കപ്പളവ് തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും ഒരു ഗ്ലാസ് എടുത്താലും മതി. അപ്പോൾ 1 കപ്പിന് 1 കപ്പ് തന്നെയാണ് ഗോതമ്പ് പൊടി എടുക്കേണ്ടത്. ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് മൈദ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഗോതമ്പ് പൊടി വെച്ച് ചെയ്താലും നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ ഇത് രണ്ടും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ചോറിനകത്തോട്ട് ഉപ്പ് ചേർക്കുന്നവർ, ചോറ് വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർക്കുന്നവരാണെങ്കിൽ ആ ഉപ്പും കൂടെ നോക്കിയിട്ട് ചേർക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചോറിനകത്തോട്ട് ഉപ്പ് ചേർത്തിട്ടില്ല, അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഈ ഒരു സമയത്ത് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇനി നമുക്ക് ഇത് അരച്ചെടുക്കുകയാണ് വേണ്ടത്, ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട്. പക്ഷേ അരച്ചെടുക്കുന്ന സമയത്ത് ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യം വരില്ല. ഇനി നിങ്ങൾ മട്ടരിയുടെ ചോറൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ ആവശ്യം വരുള്ളൂ. റേഷൻ അരിയുടെ ചോറാകുമ്പോൾ വെള്ളമേ വേണ്ട കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിനകത്തോട്ട് 2 പ്രാവശ്യമായിട്ട് ഇതൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. വെള്ളമൊന്നും ചേർക്കാണ്ട് 2 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കുക. നിങ്ങളുടെ മിക്സിയുടെ ജാറിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് 2-3 പ്രാവശ്യമായിട്ടൊക്കെ അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം അരച്ചെടുത്തത് ഞാൻ അതൊരു ബൗളിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട്. മിക്സിയുടെ ജാറിൽ നിന്നൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും, അങ്ങനെ ഒട്ടി പിടിക്കുകയൊന്നുമില്ല. പിന്നെ നമ്മൾ വാട്ടി കുഴച്ചെടുത്ത പോലെ തന്നെയാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതും കൂടെ അതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കാം. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ മിക്സിയുടെ ജാറിന് കംപ്ലൈൻറ്റ് വരിക അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. നല്ല രീതിയിൽ തന്നെ ഇത് അരഞ്ഞ് കിട്ടുന്നതാണ്. മാവ് കുഴച്ചെടുത്ത പോലെ ഒരു ബോളായിട്ട് തന്നെ അത് വരുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്തിട്ടെടുക്കുക. അപ്പോൾ അതും അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് അധികം കുഴച്ചെടുക്കാനൊന്നുമില്ല. നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണയാക്കിയിട്ട് എല്ലാം കൂടെ ഒന്ന് കൂട്ടി മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോഴേക്കും തന്നെ നന്നായിട്ട് കുഴഞ്ഞ് കിട്ടുന്നതാണ്. കയ്യിൽ ഒട്ടി പിടിക്കുക കാര്യങ്ങളൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാം. പിന്നെ ഇത് ഉണ്ടാക്കി കഴിക്കുന്ന സമയത്ത് ചോറ് കൂട്ടിയതാണെന്നൊന്നും അറിയില്ല കേട്ടോ. നമുക്ക് സാധാരണ ഗോതമ്പ് പൊടി പൂരി ഉണ്ടാക്കുന്ന അതുപോലത്തെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് ഉള്ളത്. നല്ല സോഫ്റ്റായിട്ടുള്ള പൂരിയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചിട്ട് എടുത്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പിൽ കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ഇത് ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് എടുക്കാം. ഏകദേശം നമ്മൾ പത്തിരി ഉണ്ടാക്കില്ലേ അത്രയും പോകുന്ന ബോളുകളാണ് ആക്കിയെടുക്കുന്നത്. ഓവർ വലിപ്പം വേണ്ട, വളരെ ചെറുതുമല്ല കേട്ടോ, ഒരു മീഡിയം അത്രേ വേണ്ടൂ. ഇത് ഓരോ ബോളുകളാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് പരത്തിയെടുക്കണം. അപ്പോൾ നിങ്ങൾ പത്തിരി പലകയിലിട്ട് പരത്തിയെടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക. പൊടിയിട്ടിട്ട് പരത്തിയെടുക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് തിന്നാക്കരുത്, അതുപോലെ തന്നെ ഓവർ കട്ടിയാവരുത്. ഞാനിവിടെ പത്തിരി ബ്രഷ് ചെയ്യുന്ന ബ്രസ്സില്ലേ, ആ ബ്രസ്സിലൊന്ന് ബ്രഷ് ചെയ്തെടുക്കുന്ന മാത്രമേ ചെയ്യുന്നുള്ളൂ. അതാകുമ്പോൾ വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും അങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക്. അപ്പോൾ ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ബ്രഷ് ചെയ്തെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു കനത്തിലാണ് ഉണ്ടാവേണ്ടത്. ഒരുപാട് കട്ടി കുറഞ്ഞിട്ടല്ല, എന്നൊരുപാട് കട്ടിയിലുമല്ല. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്തിട്ടെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് എല്ലാം ഇതുപോലെ ചെയ്തിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ മൊത്തത്തിൽ ഞാൻ റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി കിടക്കുന്ന എണ്ണയിനകത്തോട്ട് നമുക്ക് ഓരോ പൂരികളായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത പാടന്നെ നന്നായിട്ട് പൊങ്ങി വരുന്നതാണ് കേട്ടോ. തീ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെക്കുക. അപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ പൊങ്ങി വരുന്നതാണ്. ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ പൂരിയും എനിക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്ത് തരുന്നത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കുക. വെള്ളം ചേർക്കാണ്ട് കറക്റ്റ് അളവിൽ എടുത്തിട്ട് ഉണ്ടാക്കുക. നിങ്ങൾക്കും ഇതുപോലെ തന്നെ ശരിയായി കിട്ടുന്നതാണ്. അപ്പോൾ ചോറ് ബാക്കിയാവുന്ന സമയത്ത് നമുക്ക് രാവിലത്തേക്കൊക്കെ അടിപൊളിയായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല രീതിയിൽ തന്നെ എല്ലാം പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു.
എണ്ണയിലിട്ട പാടന്നെ അത് പൊങ്ങി വരും കേട്ടോ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ അങ്ങ് പൊങ്ങി തന്നെ വരും കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഏത് കറി വെച്ചിട്ട് നമുക്കിത് കഴിക്കാവുന്നതാണ്. ഇനി കറി ഇല്ലാണ്ട് കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ചോറ് കൂട്ടിയിരിക്കണമെന്നൊന്നും എന്തായാലും അറിയില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. ബൈ ബൈ.